എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചക്ക 65 ആണ്. നമ്മുടെ ചിക്കൻ 65നെ അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ നമ്മുടെ എല്ലാ മസാലകളും 65ന് എടുക്കുന്ന എല്ലാ മസാലകളും നമ്മൾ ഇതിലേക്ക് ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ മസാലകളും ഇടുക. ചിക്കൻ ഗരം മസാല ഒക്കെ ഇടുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരോ, കുറച്ച് തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർത്തോ, തൈര് അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. ഇതിലേതെങ്കിലുമൊക്കെ ചേർത്ത് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ 65 ഉണ്ടാക്കുന്ന അതേ ഒരു മെത്തേഡ് തന്നെ ചിക്കന് പകരം നമ്മൾ ചക്ക എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചക്ക നമ്മൾ തൊലിയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മളൊരു 80% വേവ് മതി കേട്ടോ. ആ രീതിയിലൊന്ന് നമ്മൾ എടുക്കണം. അത് നമ്മൾ വെക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഗരം മസാലപ്പൊടി ഇടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മസാലപ്പൊടി ഇട്ട് കൊടുത്തതാട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യും. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ വേവിച്ച ചക്ക ഇതിലേക്ക് ഇടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി കോട്ട് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണിത്. നമുക്ക് ഈവനിങ്ങിൽ സ്നാക്കായിട്ട് കഴിക്കാം. സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറിൻ്റെ ഒപ്പമാണ് കഴിച്ചത്. ബാക്കിയുള്ളത് ഞാൻ ഈവനിങ്ങിൽ സ്നാക്കായിട്ടും കഴിച്ചു കേട്ടോ, ചായയുടെ ഒപ്പം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. ഉണ്ടായിരിക്കാം എല്ലാവരും, പക്ഷേ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളേ. പിന്നെ എന്താ പാൻ വെച്ചിട്ട് വെക്കുന്ന നന്നായി ചൂടാവുന്ന സമയത്ത് ഇതങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഗോൾഡൻ ബ്രൗൺ ആണാറ് നമ്മുടെ ഒരു 65ൻ്റെ ഒരു ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് ഒരു പ്രശ്നമുള്ളൊരു പണിയായിട്ട് നമുക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. ചക്ക നന്നായി വേവിച്ചെടുക്കും. ഒരു 80% വേവ് മതി. നമ്മുടെ ചക്ക 65 ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം. ചെയ്ത് നോക്കാത്തവർ പിന്നെ വീഡിയോ ഇഷ്ടമാവുന്ന. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളകും വേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക 65. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.